ലാസ്റ്റ് മണിക്കൂർ പോവാൻ തോന്നുന്നില്ല. ഇപ്പോഴും രസം പിടിച്ചു വരുന്നുണ്ടല്ലേ? പിച്ച് വിശന്നിട്ടാണ് തോന്നുന്നുണ്ട് കൊള്ളിയൊക്കെ എടുത്തത്. ഒരു മിനിറ്റ് പ്ലീസ്. പിന്നെ രാവിലെ തന്നെ ചായ വേണ്ട വെച്ചപ്പോ ഞാൻ പറഞ്ഞത് വേണ്ട, അല്ല നമ്മള് പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കണ്ടേ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വരാനുണ്ട്. എന്നെ തിന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറഞ്ഞേ? ഉപ്പച്ചിക്ക് ഒരാഴ്ച ഇവിടെ നിന്നാലും വേണ്ടില്ല. വെറുതെ ഇരിക്കല്ലേ, നല്ല രസമല്ലേ? എടുക്കണം. ഞാൻ കുറച്ച് ഞാൻ വർക്കറിന് വേണ്ടി ജോലി ചെയ്യും. എല്ലായിടത്തും ജോലി ചെയ്ത് കഴിഞ്ഞു. എവിടെ പോയാലും ഇവിടെ വർക്ക് ചെയ്യും. വാങ്ങുമല്ലോ. അത്ര അറിയാം. അത്ര സൗണ്ട് വേണം. ഒരു 5 രൂപ മതി. ഇതിനെത്ര? 35. അത്ര വേണം. ഞമ്മൾക്ക് അത്ര വേണം. പറഞ്ഞല്ലോ ഇളക്കി പൈസ അത് 10 സ്ഥലത്ത് ഇപ്പൊ നമ്മളിനി ഇവിടെ നമ്മുടെ സ്വന്തം ആയിഷന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആയിഷന്റെ ഉമ്മയും അവിടെ ഉമ്മയൊക്കെ ഉണ്ടോ? അവിടെ എന്റെ ഉമ്മാന്റെ ഉമ്മ ഉണ്ട്, ഉമ്മാന്റെ വാപ്പയോ അവര് വരും. അപ്പൊ എന്താണ്, അവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞു കേട്ടോ. എവിടെ ബ്രേക്ക്ഫാസ്റ്റ്? ഡബിൾ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് ലഞ്ച് ഇല്ല. ലഞ്ച് വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ്. അസിമ പറഞ്ഞേ ഇവര് പോയി കഴിച്ചിട്ടുണ്ട്. ഇവിടെ ബീച്ചിന്റെ അവിടെ ഏതോ ചട്ടിച്ചോറിനൊരു കടുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോവാം, വിശാൽമാട്ട് പോവാം. ഫുഡ് കഴിച്ചിട്ട് ഒരു 3 മണിയാകുമ്പോൾ ഇപ്പൊ കഴിച്ച് നമ്മളെ ഫുഡ് നമ്മൾ പറഞ്ഞല്ലോ ലൈറ്റ് ആയിട്ട് ഫുഡ് മതി ഇതിൽ. കാരണം ആയിഷന്റെ വീട്ടിൽ പോകുന്നത് ഇഡ്ഡലിയുണ്ട്, ചട്നിയുണ്ട്, സാമ്പാറുണ്ട്. ഇനി കോഫിയും ടീയും വരും. എൻജോയ് ചെയ്യണം. കാരണം ഇവിടെ 5 റൂമുണ്ട്. 5 ഫാമിലിക്ക് നമ്മുടെ ബ്ലോഗർ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഒറ്റ ഫാമിലിയൊക്കെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ബഡ്ജറ്റ് തരുന്നത്. ഒരു 5 ഫാമിലി, നമ്മുടെ കുടുംബം അല്ലെങ്കിൽ ഫ്രണ്ട് സെറ്റപ്പിലും തക്കുക. മഴ പെയ്യുന്നത് ആലപ്പുഴക്കാർക്ക് ചിലപ്പോൾ ശരിക്കും രസം പറയൂ. രസം പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേക രസമാണത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? രാവിലെ നമ്മളിങ്ങനെ ആസ്വദിച്ചു. രാവിലെ നമ്മളെ വീട്ടിൽ പോയി. അതെ, പിന്നെ അതാ അവര് എല്ലാവരും മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. 9 മണിയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തിട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ ചെക്കൗട്ടാണ്. എല്ലാവരും രാവിലത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. ഐസിക്ക് സ്കൂളിൽ കിട്ടോ? സ്കൂളുണ്ട്. നമ്മളൊരു ഫിലിമിലൊക്കെ കാണുന്ന പോലെ അല്ലേ? രാവിലെ എല്ലാ ഹൗസ് ബോട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടോ. എല്ലാ ഹൗസ് ബോട്ടും അതാ. എനിക്കത് രാവിലെ 3 മണിയാകുമ്പോൾ മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ?
അല്ല, അതിന്റെ മുന്നേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 3 മണിക്ക് മഴ പെയ്തിട്ടുണ്ട്. രണ്ട് വ്ളോഗ്സ് ഇവിടെ വ്ളോഗർമാരെ കൊണ്ട് തട്ടി നടക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഞങ്ങളെയും ചിലപ്പോ നമ്മളെ കാണാത്ത ചാനലിൽ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇത് എന്റെ ബ്രദർ ആട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സ്ഥലങ്ങളിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അമ്മച്ചി അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം. ഓരോ വ്ളോഗ് എടുക്കട്ടെ, കാരണം ഫുഡ് തണുത്ത് പോയാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഇരുന്നിട്ടല്ലേ തിന്നാൻ പറ്റുള്ളൂ. ലൂയി എന്തിനാ? ലൂയി കഴിഞ്ഞു. ലൂയിന്റെ കഴിഞ്ഞില്ലേ? ഓനോട് കാണുന്നില്ല. ലൂയിന്റെ നമുക്ക് അപ്പുറത്ത് പോവാം കേട്ടോ. അപ്പുറത്താ ഇവിടെ പോവാൻ. അത് ഇരിക്കല്ലേ, ഒരു ഇഡ്ഡലി, കാരണം അവിടെ നിന്ന് കഴിക്കാനുള്ളതല്ലേ. ഒരു ഇഡ്ഡലി ഐസുമാന്റെ അതെന്തായാലും 10-10 ആവും. എവിടെ ഇരിക്കും? നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. അത് സാമ്പാർ ഉപയോഗിക്കുക. നമ്മളെ എനിക്ക് ഫീൽ നമ്മളെ മൈസൂർ ടച്ചില്ലേ, അങ്ങനത്തെ ഒക്കെ സാമ്പാർ, ആ ഒരു സ്മെല്ലൊക്കെ. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ചട്നി സൂപ്പർ. ചട്നി ചട്നി ഇഷ്ടമാണ്. കഴിച്ചുണ്ട്. നല്ല രസല്ലേ? അപ്പൊ ഇനി കഴിച്ച് ചട്നി നല്ല എരിവുണ്ട്, ഇത് വേണോ? എന്താ വേണ്ടേ? നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റുണ്ടോ? ടേസ്റ്റ് സൂപ്പറാ. സൂപ്പർ സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് ഇത് കഴിച്ച് ഇനി പുറത്ത് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഹൗസ് ബോട്ട് നിർത്തി കേട്ടോ. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇതാ ജാഫർക്ക് ഷൂ ഇടുകയാണ്. എല്ലാവരും ബാഗ് എടുത്തോളിട്ടോ. ആ ഫോണ്. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഹൗസ് ബോട്ടാണ്. ബുക്ക് ചെയ്യണമെങ്കിൽ ഇത് ബുക്ക് ചെയ്തോളി കേട്ടോ. ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് വന്ന് എൻജോയ് ചെയ്യണേ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എടുക്കാം കേട്ടോ, കാരണം അവിടുന്ന് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ്, മഴയാണ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങിയിട്ടോ. നല്ല അടിപൊളി ഹൗസ് ബോട്ട് കേട്ടോ. നമ്മളിനി കാർ എടുത്തോടത്തോട്ട് പോവാണ് കേട്ടോ. ഞാൻ കിങ് സ്റ്റാർ എന്നാട്ടോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നേ. കിങ്സ്റ്റർ എന്നാണ് കേട്ടോ, ഞാൻ സ്റ്റാർ എന്നാണ് വായിച്ചത്. അവർ തിരിച്ചു പോവുക കേട്ടോ. ഇനി ക്ലീനൊക്കെ ചെയ്ത് വേറെ ആൾക്കാരെ കയറ്റും. നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. എന്താ ഐസി ഷിങ്കുവിൻ്റെ ബാഗൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റേത് വാങ്ങി പിടിച്ചിരുന്നു. അപ്പോൾ എൻ്റേത് ജാഫറൊക്കെ പിടിച്ചു. നമ്മളെ ബാഗ് നമ്മൾ അന്ന് രാവിലെ ഇന്നലെ എടുത്തു കൊടുത്തിട്ട്. നിങ്ങൾ എന്നും ഈ ഹൗസ് ബോട്ട് തന്നെയല്ലേ വർക്ക് ചെയ്യുക? മാറൊന്നുമില്ലല്ലോ? ലീവ് ഉണ്ടോ? എവിടെയാ വീട്? നല്ല മലയാളം പറയുന്നുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 4 വർഷമായി. ഫാമിലി മൊത്തം അവിടെ ആയിരിക്കും. അപ്പോൾ നമ്മളിനി കാറിലോട്ട് കയറാൻ പോവാ കേട്ടോ. കാറിലെത്തിയിട്ട് എടുക്കാം. ഒന്നാമത് നടന്നുകൊണ്ട് വീട് എടുക്കുന്നു ഒരു ബുദ്ധിമുട്ട്. അല്ല നമ്മളപ്പോൾ ഇവിടെ നിന്നല്ലേ വന്നത്? അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെയല്ലേ? നമ്മൾ കയറിയതാ വരുന്നത്. ഓക്കെ. നിർത്തിയത് ഈ ഭാഗത്തുനിന്ന്, അതാണ് കൺഫ്യൂഷൻ വന്നത്. നമ്മൾ കാറിതാ ഇവിടെ തന്നെ ഉണ്ട്. ഇനി കാറ് വെച്ചു കൊടുത്ത് പോവാ. അവിടുന്ന് നേരെ ഐഷൻ്റെ വീട്ടിൽ പോവാ, ബീച്ചിൽ പോവാ. ചെറുതായിട്ട് ഐസി
ശ്രദ്ധിക്കണം കേട്ടോ. സാറില്ല, പേടിച്ചോ? നിൽക്ക് ഇനി സ്കൂട്ടി പോട്ടെ. ആ എപ്പോഴും വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താണ് ബോട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മൾ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഒരു മിനിറ്റ് പോയിക്കോട്ടെ, വണ്ടി പോയിക്കോട്ടെ. ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോവാ ഐശ്വര്യൻ്റെ വീട്ടിലോട്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തു. ഇനി ഐശ്വര്യൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഐശ്വര്യം ഉമ്മയും ഉപ്പച്ചയും കുഞ്ഞാവും ശിങ്കും ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട്. നമ്മൾ ലൂയി കുറച്ച് പ്രശ്നമായതുകൊണ്ട് നമ്മൾ പുറകിൽ ഇതാട്ടോ ഐശ്വര്യൻ്റെ വീട്. നമുക്കിനി ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻ വേണ്ടി മീൻ വേണം. വാളയുണ്ട്, ചീലാവുണ്ട്, പല്ലിക്കോരയുണ്ട്, കുട്ടനുണ്ട്. ഉമ്മ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മീനൊക്കെ വാങ്ങിയിട്ട് പോകാം കേട്ടോ. ഗ്യാസ് ഈ വണ്ടി കേൾക്കില്ല, സമ്മതിക്കൂല. നോക്ക് വെള്ളം കളിക്കും. നോക്കൂ, വെള്ളം എവിടെ ഉണ്ടോ അവിടെയും കളിക്കും. അതിന് എന്ത് വെള്ളമായാലും കുഴപ്പമില്ല. ഐശ്വര്യ ഞങ്ങളെ വീട്ടിലോട്ട് വിളിക്കുന്നില്ലേ? എന്തൊരു ആയിഷന്റെ ബ്രദറാട്ടോ, ബ്രദറാണേ. 7 മിനിറ്റ് മുന്നേ വന്നു. ഒരാളും കൂടി ഉണ്ട്, ആസിഫ. നിങ്ങളുടെ വീട്ടിൽ ചങ്ങനാശ്ശേരി നമുക്കിന്ന് ക്ലാസ് അല്ല കേട്ടോ. ഇവരൊക്കെ അന്ന് നമ്മളില്ലായിരുന്നു. ഇല്ല, ആയിഷനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഇവൻ വന്നിട്ടില്ല. ഇല്ല, ഇവനില്ല. അന്ന് ഞാൻ അറിയുന്നത് ഇവനാണുള്ളത്. അതാ വണ്ടി. നമുക്ക് അവിടെ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട്. വാ ഫുഡ് നോക്കാം. ചിക്കൻ ഫ്രൈ, കട്ട്ലേറ്റ് ഉണ്ട്, വെള്ളപ്പുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ സ്റ്റൂ, പിന്നെ കക്കിറച്ചി, പൊറോട്ട എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി. ഇത് ഓളെ വല്യമ്മ കേട്ടോ, ഉമ്മാൻ്റെ ഉമ്മയാണേ. ഒരു നോമ്പ് മണക്കുന്നുണ്ട്. ഐസി ഒരു നോമ്പിന്റെ മണം ഉണ്ട്. ഒന്നിച്ച് കഴിക്കാം. എല്ലാരും ഇരിക്കേ. ശിങ്കു ഇരിക്കി. ഇങ്ങോട്ട് വരുത്തിച്ചതായാലേ നല്ല പത്തിരി ഇട്ട. ആദ്യം അരിപ്പത്തിരി കൊടുക്കാം, തേങ്ങാപ്പാല്. താങ്ക് യു സോ മച്ച്. മറ്റേ പറവ മൂവിയിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒഴിച്ച് ഇത് വയനാട്ടിലില്ല.
എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചിക്കൻ സ്റ്റൂ ചിക്കൻ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ. ഞാനും ഉപ്പച്ചിയും ജാഫർക്കും ഉമ്മയും കഴിച്ചു കഴിഞ്ഞു. ഇനി ഉപ്പച്ചി കഴിഞ്ഞിട്ടില്ല. സോറി, ഉപ്പച്ചി കഴിഞ്ഞിട്ടില്ല. നീ ഷിങ്കു നോക്കി, ഞാൻ കഴിച്ച അതേ പ്ലേറ്റിൽ തന്നെ കഴിക്കുന്നത്. എന്തൊരു സ്നേഹം. ഓ അങ്ങനെ. നിനക്ക് എന്താ ഫസ്റ്റ് വേണ്ടേ? അവരിപ്പോ വരും. ഇവിടെ യാസീൻ വാ, ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. അതിനിപ്പെന്താ, തുപ്പിടുമ്പോഴാണ് വിഷയം വരിക. അവിടെ ഇരുന്നോ. ഐഷ ബാബാ എന്നാ യാസിരുന്ന പ്ലേറ്റ്. പച്ചി ഈക്വൽ കേട്ടോ. എന്നാ പത്തിരി കേട്ടോ. ഓക്കെ, തേങ്ങാപ്പാൽ കഴിക്കണോ? ശിങ്കൂന് തേങ്ങാപ്പാൽ ഇരിക്കട്ടെ. മതിയോ? നീ എന്താ കൂട്ടണ്ട അറിയോ? ഇവരെ ബീഫ് മക്കളെ. ആ കക്കറച്ചി രണ്ടു കൊടുക്കാം. ഇതൊന്ന് കൂട്ടി തിന്നോക്കാം. എന്റെ എക്സ്പ്രഷൻ കുഞ്ഞാവന്റെ എവിടുത്തെ ടേസ്റ്റാന്ന് പറയണേ. കുഞ്ഞാവൻ എവിടുത്തെ ടേസ്റ്റാന്ന് പറയണേ. നമ്മളെ മാനന്തവാടി വെള്ളമുട്ട സ്റ്റൈലില്ലേ? പെച്ചി നിങ്ങൾ നോക്കണ്ട, പെച്ചി ഇരുന്ന് കഴിച്ചോളൂ. ആയിഷ കൊറേ കാലത്തിന് അയച്ചിരിക്കില്ലേ ടേസ്റ്റ് ചെയ്യുന്ന? നിങ്ങള് തേങ്ങാപ്പാല് കൂട്ടുക ഇതിന്റെ പേരാ മറ്റേ നൂൽപുട്ടിന്റെ കൂടെ. ഇപ്പൊ ഗൈസ് നമ്മള് ഐഷുമ്മന്റെ വീട്ടിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി പോവാൻ നിക്കട്ടെ. നീ വരുന്നില്ലേ? നിന്നെ കൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. പതുക്കോട് പതുക്കോട്. ഒരാ വെള്ളത്തിൽ ചാടാൻ വേണ്ടിട്ടാണ് കളിക്കുന്നേ. ഉമ്മക്ക് ചൂടെടുക്കുന്നുണ്ടോ? അത് കുരു. ഉമ്മക്ക് കുരുണ്ട്. ഉമ്മത്തിന് ഈ പാർട്ടി വേറൊക്കെ എടുത്തു വന്നത് ഇതേപോലെ വല്ല കോട്ട് സെറ്റ്. പോകാൻ പാടില്ല. ഇനി നമ്മൾ എങ്ങോട്ടാ പോന്നേ? ബീച്ചില്. കാലൊന്നും നനയ്ക്കണ്ട, വെറുതെ പോവാ. ആ ശരിയാ. അതാ നിങ്ങൾ ബാക്കിൽ എന്താ ബാക്ക് ഇട്ട് ഇതെന്താ ഒന്ന് തുടച്ചു കൊടുക്ക ഈശ. എവിടെ? ഓ പിന്നെ അവള് ടച്ച് ചെയ്ത കുഴപ്പമുണ്ടോന്ന്. ഓനെടുത്തോ ജാഫ? അല്ലല്ല അല്ലല്ല, ഈ പഠിപ്പിച്ചിരുന്നുണ്ട്. ആയിഷ എനിക്ക് ക്യാമറയൊക്കെ പിടിക്കാൻ പഠിച്ചിരുന്നുണ്ട് കേട്ടോ. ഓളല്ലേ ഇപ്പൊ ക്യാമറ. എത്ര മാസമായി? 1 month ആയോ? 1 month ആയോ? അല്ലല്ല, നീ റഷ്യയിലുള്ളപ്പോ മുതൽ പിടിക്കുന്നില്ലേ? ആ ഞാൻ വിളിക്കും കേട്ടോ ചില സമയത്ത്. ജാഫറൊക്കെ
ആ കമ്പ് വെച്ച് അതാ നിങ്ങൾ കൊതുക് കടിക്കും. ഈ വെറുതെ ഇനി അളിയനല്ല നിന്റെ കെട്ടിയവന് വലിച്ചെറിയും. ആ അളിയൻ വെച്ചിട്ടുണ്ട്, ഇനി പെറുക്കാൻ നിക്കണ്ട. സർപ്രൈസ്. ഇപ്പൊ ഞങ്ങൾ സർപ്രൈസ് ആയി കൊടുത്തു. നീ അറിഞ്ഞില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ തന്ന് നമ്മള് അങ്ങോട്ട് എടുക്കുമ്പോ അല്ല കൊടുത്തതിനല്ല. അപ്പൊ ഇനി നമുക്ക് ബീച്ചിൽ വെച്ച് ഉമ്മ പോട്ടെ, ഞങ്ങൾ പോട്ടെ. ഉമ്മ വൈറലായിട്ട് കേട്ടോ, യാസിന്റെ വീഡിയോയിൽ വൈറലായിട്ടുണ്ട്. ഉമ്മാന്റെ ഡയറിയോ എന്താ FMG. ഉമ്മ വയനാട്ടിലേക്ക് വാ. അതൊന്നും കുഴപ്പമില്ല. ആലപ്പുഴന്ന് ട്രെയിനിൽ വരിക കോഴിക്കോട്, എന്നിട്ട് മെല്ലെ പതുക്കെ 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 നിർത്തി 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 വന്നാ മതി. ഒരു 2 ദിവസം വന്നിട്ടില്ലല്ലോ, വയനാട്ടിൽ വന്നിട്ടില്ലല്ലോ. കേറാം. ഇതാണ് ഞാൻ പറഞ്ഞ വിശാൽ മാർക്കറ്റ് കേട്ടോ. ഇവിടെ ഭയങ്കര വിലക്കുറവാട്ടോ. 149. ഞാൻ അധികവും വിശാൽ മാർട്ടിൽ നിന്നാട്ടോ പർച്ചേസ് ചെയ്യാറ്. ഇന്നേഴ്സ് ആയാലും ടോപ്സ് ആയാലും വീട്ടിലിരുന്നായാലും മക്കൾക്കായാലൊക്കെ ബാംഗ്ലൂരിന്ന്, മൈസൂരിന്ന്, ഊട്ടിന്ന് 349. ഇതൊക്കെ നോക്ക്. 199, 299. എല്ലാ സാധനവും കിട്ടും. നമ്മൾ ബോയ്സിനുള്ളതുണ്ട്, കിഡ്സിനുള്ളതുണ്ട്, നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളുണ്ട്. ഈ ഷോപ്പിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബാംഗ്ലൂരൊക്കെ വലിയ ഷോപ്പാണ്. 2 നിലയായിട്ടുണ്ട് അല്ലേ, 2 നമ്മളിത് ഇങ്ങനെയല്ല, ഒന്ന് സൈസ് നോക്കണം കേട്ടോ. എനിക്ക് XL ആണ് വേണ്ടത്. XL ഇതൊക്കെ ഫുള്ള് മീഡിയമാണ്. ഇത് ലാർജ്. ഒരു സ്ലീവ് ഇല്ല കേട്ടോ, നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ സ്ലീവുള്ളതൊക്കെ. 199. ഇത് എനിക്ക് കൊള്ളുമായിരിക്കും അല്ലേ? കൊള്ളൂല്ലേ? ഓക്കെ അല്ലേ? ഇതൊന്നും എടുക്കാം അല്ലേ? കോളറുള്ളത് കുഴപ്പമില്ലല്ലോ. ഇല്ല, കോളൊന്നും ഇഷ്ടമില്ല. നല്ല കളക്ഷൻ ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കും കളക്ഷൻ കുറവാണ്. ആ ഫ്രോക്കൊക്കെ നോക്കി 899. പിന്നെ അതാണ് അതുണ്ടോ ടീഷർട്ടുകളൊക്കെ 159, 199. എല്ലാ സാധനവും ഉണ്ടാവും. പക്ഷെ എന്ത് വേണ്ടതറിയോ, നമ്മൾ കുറച്ച് ടൈം എടുത്ത് വന്ന് നോക്കണം. അങ്ങനെ പെട്ടെന്ന് വന്നിട്ടൊന്നും എടുത്ത് പോകാൻ പാടില്ല കേട്ടോ. അതാണ് മെയിൻ. താഴെ അതുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏത് കളറാണ് രസം? ഇതല്ല രസം. രണ്ടും കുഴപ്പമില്ല, 2 സെയിം ഭംഗിയുണ്ടോ? ഇതല്ലേ ഭംഗി? ഇതെടുക്കാം അല്ലേ? അപ്പം ഇനി ഞങ്ങൾ ഇവിടുത്തെ സെക്ഷൻ അതിൻ്റെ മുകളിൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നാളെ കുറച്ച് പർച്ചേസ് ചെയ്യട്ടെ. ഞാൻ ഷർട്ട് ഇടും. എങ്ങനെയുണ്ട്, വിലക്കുറവുണ്ടോ? ആലപ്പുഴക്കാരിയാണ് ശരിക്കും. വന്ന് ഇതിപ്പോ വന്നാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ വന്നതാന്ന് തോന്നുന്നു. അത് രസം. 499 ആണ് കേട്ടോ. ഇതൊക്കെ അല്ലേ? നല്ല മതി. അപ്പോൾ ഗൈസ് നമ്മൾ മാത്രമേ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ഭയങ്കര സൗണ്ടാണ്, മൈക്കില്ല. അതിനെ കുറിച്ച് വന്ന് ഇവൻ എന്താ ചെയ്തറിയോ, ഇവന് അവിടുന്ന് ഒരു കണ്ണട വാങ്ങി കൈ പിടിച്ച് എത്ര 200 രൂപേൻ്റെ ഇതേപോലെ അല്ല കേട്ടോ, പൊട്ടുന്ന ഗ്ലാസ് ആട്ടോ. അത് നിലത്തിട്ട് അത് പൊട്ടിച്ച് 200 രൂപ 200 രൂപ പോയി. പിന്നെ നമ്മളെന്താ വാങ്ങിയത്, ഞാൻ എന്താ വാങ്ങിയത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോനെ വാങ്ങിയത്
അവനെ നല്ലോണം ഉറങ്ങി. നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇഷ്ടം ഉറങ്ങില്ല, അല്ലെങ്കിൽ നമ്മൾ അടങ്ങാണ്ട് വണ്ടിയിൽ കയറിയിട്ട് അടങ്ങാണ്ട് വണ്ടിയിൽ കയറിയിട്ട് എന്താ പറയാ ഉറക്കാം. ഇതെന്താ മേടിച്ചത്? ആർക്കാ മേടിച്ചത്? ഞാൻ ലൂയിക്ക് ഒന്നും വാങ്ങിയിട്ടില്ല. ഇത് അവിടുന്ന് വാങ്ങേണ്ടത്, വാങ്ങിയിട്ട് ബീച്ചിലോട്ട് പോണായിരുന്നു. എന്നിട്ട് ആയിഷു നിന്റെ നാട് വിടാൻ പോവാ. നമുക്ക് കുഴപ്പമില്ല, അവളെ ഹാപ്പി. നിനക്ക് വയനാടാണോ ഇഷ്ടം? വയനാടാണോ ഇഷ്ടം അതോ? എന്നാലും വയനാടാണോ ഇഷ്ടം? എവിടെ ഇഷ്ടം? വയനാട് ഇഷ്ടമില്ല? രണ്ട് നല്ലതാ. ഒന്നും അറിയാൻ പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഉമ്മ എന്താ വിശക്കുണ്ടോ? നിങ്ങക്ക് വിശക്കുന്നുണ്ടോ? നല്ല ഫുഡ് കഴിച്ചോണ്ടല്ലേ? 2 ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് കഴിച്ചോ. അല്ല അതില് ആയിഷന്റെ എല്ലാരും പറ, ആയിഷന്റെ ബീഫ് വരട്ടെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? ഉമ്മാമക്ക് നല്ല ചട്ടിയിലിട്ട് വരട്ടി നെയ്ച്ചോറിന്റെ ഒപ്പം അടിപൊളി ആയിരിക്കും. നെയ്ച്ചോറും പരിപ്പ് കറിയും. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ട് നിക്ക കേട്ടോ. വയനാട്ടിലോട്ടാണ് പോണത്. 8 മണിക്കൂറും 41 മിനിറ്റും 10:41 305 കിലോമീറ്റർ. ഇതിന്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ നിർത്തും. അപ്പൊ ഗൈസ് നമ്മളിപ്പോ എവിടെ എത്തി? കൊടുങ്ങല്ലൂർ കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം രാവിലെ 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ഇപ്പോൾ 7:03 7:03 ഇപ്പൊ നമ്മള് ലഞ്ച് കഴിക്കുന്നത്. വിശാൽ മാർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് എവിടെ പാർക്കിംഗ് കിട്ടിയില്ല, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. പിന്നെ വിശപ്പില്ലായിരുന്നു, ആർക്കും വിശപ്പൊന്നുമില്ല. നല്ല കൊതുകുണ്ട് കേട്ടോ ഇവിടെ, ഭയങ്കര കൊതുകാണ്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കട്ടോ, കാരണം നമുക്ക് ടയേർഡായി, ഫോണിൽ ചാർജ് ഇല്ല. ഇനി നാളെ മുതൽ നമ്മളെ ഡെയിലി വ്ളോഗായിരിക്കും. ഇത്രയും നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് വന്നിട്ടുള്ള വ്ളോഗല്ലേ. ഇനി നമ്മൾ ഡെയിലി വ്ളോഗ്, രാവിലെ എണീക്കുന്നു, എന്തൊക്കെ ചെയ്യും, അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫുഡ് വ്ളോഗ്സ്, ഫുഡ് ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പം ഇനി വയനാട്ടിലെ വിശേഷങ്ങൾ. ഇനി വയനാട്ടിൽ ഇത്ര നേരം എവിടെ? ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, എറണാകുളം, പിന്നെ ചാവക്കാടോ? സ്ഥലത്തിന്റെ പേരെന്താ? ഇത് കൊടുങ്ങല്ലൂർ. അവിടെ ഒരു ഷോപ്പിൽ ഫുഡ് കഴിക്കണം. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ യാസീനും ശിങ്കും കഴിക്കുന്നു. കൊടുങ്ങല്ലൂർ കഴിക്കുന്ന വീഡിയോ ഇപ്പം എടുക്കാഞ്ഞത് വേറെ ഒന്നുമില്ല, അവരവിടെ സോങ് വെച്ചിട്ടുണ്ട്. അതെ, സോങ് വെച്ചതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അവിടുത്തെ വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് നമുക്ക് അറിയുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ എന്താണ് സ്ഥിതി എന്നൊക്കെ. അപ്പോൾ ഇനി വയനാട്ടിലുള്ള വീഡിയോസ് ആഫ്റ്റർ. ഓക്കെ, ശരി.